എന്നിട്ട് 6-ാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ ചെല്ലുക. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക. ഇതന്നെ ശരി. അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയ തന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യാം. അതിന് തോരാൻ ബദറും അല്ലേ? നമ്മൾ പഴയ കാലത്തെ മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ. അതുകൊണ്ട് കുറെ ആൾക്കാർ എതിർത്തിരുന്നു. എന്താ ഇപ്പൊ ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദുമാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സന്മാർ ഇങ്ങോട്ട് വരും, ഒരു തോർത്ത് മുണ്ടോണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ 3 അട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ചാണ് മൗലായ ഉള്ള ഒച്ചൊക്കെട്ടം ചെല്ലല. കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചരണത്തിന് കൊണ്ടുപോണ വണ്ടിയിൽ നിന്നും കൂടി കേൾക്കുന്നത് ഏതാണ്? പടച്ചോനെ എങ്ങനെ തുടങ്ങിയിട്ട് നമ്മളതിന്റെ ഒപ്പം ഇങ്ങനെ പോകുക അല്ലേ? അതുപോലെ റസിബി, ആ റസിബിന്റെ കാസറ്റ് അങ്ങനെ കേൾക്കുമ്പോൾ ഉറുദുവിലും അങ്ങനെ പോലെ മറുകേബ, ഊച്ചെ പോലെ മറുകേബ, മിൽക്കർ പോലെ മറുകേബ മറുകേബയ, ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ മിൽക്കർ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ചെ പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ? ഉറുദുവിൽ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ വലിയ തീവ്രത ഉള്ളാത്ത മുജാഹിദും പതുക്കെ കാറ് കയറിയിട്ടൊക്കെ ചിലപ്പം ആ കാസറ്റ് ആ ഇട്ട നിങ്ങൾ കേട്ടു നോക്കട്ടെ, മിൽക്കർ ബേൽ, അത് നമ്മളിങ്ങനെ പോവുക. നോക്കി ആ ഇതെന്തേ? 6-ാം നൂറ്റാണ്ടില് കവി പല്ലവൻ ഇമ്രുൽ ഖൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമാ പാട്ട് പാടിയിരുന്ന ആളുകള് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോലിക്ക് പീച്ചേക്കാകെ ഇതാ ചൊല്ലുന്നത് ബഷീർ. ഇപ്പൊ നേരെ വെച്ച ബിൽക്കർ പോലെ ഇതാ പറയുന്നത് എടുക്കുന്നത് കണ്ടങ്ങള്. ഇതന്നെയാണ് നമ്മളുടെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റും എന്ന് തെളിയിക്കുന്നു. അപ്പൊ ഇവര് ഓരോന്ന് തെളിയിക്കാണ്, ഇസ്ലാം മതം വെച്ചിട്ട് ഓരോന്ന് തെളിയിക്കാണ്.